നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നവംബർ 14 മുതൽ 23 വരെ ഖത്തറിൽ ദോഹയിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ എമർജിംഗ് ഏഷ്യ കപ്പ് നടക്കുന്നത്. എമർജിംഗ് ഏഷ്യ കപ്പിൻ്റെ പേര് മാറ്റി റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് എന്നാക്കിയ വിവരം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ എ ടീമുകളാണ് ഇതിൽ മാറ്റുരക്കുന്നത്. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട ടീമുകൾ, ടെസ്റ്റ് പദവിയുള്ള ടീമുകളൊക്കെ അവരുടെ എ ടീമുകളെയാണ് അയക്കുന്നത്. അതേസമയം മറ്റു ടീമുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ UAE, ഒമാൻ, അതുപോലെ തന്നെ ഹോങ്കോങ് ടീമുകൾ അവരുടെ ഫുൾ ടീമിനെ വെച്ച് കളിക്കുകയും ചെയ്യും. അതാണ് ഈ റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ടീം എ ടീമുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിതേഷ് ശർമ്മയാണ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനായിട്ട് നമാൻ ധീറിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും നമ്മൾ ആ സ്ക്വാഡൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ BCCI അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് പ്രിയാൻ ഷാരിയ, വൈഭവ് സൂര്യവംശി, നഹാൽ വധേര, നമാൻ ധീർ, സൂര്യാൻഷ് ഷെഡ്ഗെ, ജിതേഷ് ശർമ്മ, രമൺദീപ് സിംഗ്, ഹർഷ് ദ്യൂബെ, ആശുതോഷ് ശർമ്മ, യാഷ് താക്കൂർ, ഗുർജപ്നീത് സിംഗ്, വിജയ് കുമാർ വൈശാഖ്, യുദ്വീർ സിംഗ് ചാരക്ക്, അഭിഷേക് പോറൽ, സുയാഷ് ശർമ്മ. ഇതാണ് മെയിൻ ടീമുള്ളത്. പിന്നെ സ്റ്റാൻഡ് ബൈ പ്ലേയേഴ്സായിട്ട് ഗുർനൂർ സിംഗ് ബ്രാറിനെയും കുമാർ കുഷാഗ്രയെയും തനുഷ് കോട്ടിയാനെയും സമീർ റിസ്വിയെയും ഷെയ്ഖ് റഷീദിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എ ഗ്രൂപ്പ് ബിയിലാണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യക്കൊപ്പം ഒമാനും UAEയും പാകിസ്ഥാനുമാണുള്ളത്. ഇന്ത്യ എയുടെ ആദ്യ മത്സരം വരുന്നത് നവംബർ 14 UAEക്കെതിരെ. അതിനുശേഷം നവംബർ 16 പാകിസ്ഥാനെതിരെ കളിക്കും. നവംബർ 18 ഒമാനെതിരെ കളിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ എ ടീമുമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമാണുള്ളത്. UAEയും ഒമാനും അവരുടെ ഫുൾ ടീമുമായിട്ട് കളിക്കും. അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ആദ്യ സെമിഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ 21 രണ്ടാം സെമിയും നവംബർ 21 തന്നെയാണ്. പിന്നെ ഫൈനൽ മത്സരം വരുന്നത് നവംബർ 23 അതാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ്, അതായത് എമർജിംഗ് ഏഷ്യ കപ്പ് എന്ന് മുമ്പ് വിളിച്ചിരുന്ന റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് മത്സരത്തിനുള്ളൊരു സ്ക്വാഡ്. ഏതായാലും T20I രൂപത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.